പ്രിൻസ് എന്ന സിനിമ കണ്ടിരുന്നു നിങ്ങൾ? നല്ല കിടിലൻ സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദിലീപിനോട് വ്യക്തിവൈരാഗ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾ ആ സിനിമ മോശമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു ഫാമിലി എന്റർടൈനിങ് മൂവിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാനുള്ള ഒരു സിനിമ. ഈ കാലഘട്ടത്തിലുള്ള സോഷ്യൽ മീഡിയയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സിനിമയിൽ പ്രതിപാദിച്ചു പോകുന്നുണ്ട്. ഇതിലെ കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിന്ദു പണിക്കറിന്റെ ഒരു എനർജറ്റിക് പെർഫോമൻസ് കണ്ട് കാലം കുറയായി. ജോക്കർ എന്ന സിനിമയിലാണ് അവരെ എനിക്ക് ഭയങ്കര എന്താ പറയുക മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടിയത്. അത് കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു സിനിമ അവർ കിട്ടുന്നത്. അവരത് കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സിദ്ദിഖ് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസിന്റെ അഭിനയം എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടമൊന്നുമില്ല. എന്നാൽ കുറെ തമാശയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിനെ ഉപയോഗിക്കേണ്ട രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഓവറാക്കി ചളമാക്കിയിട്ടില്ല. നല്ല കിടലനായിട്ട് ആള് ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ സിനിമയുടെ റിവ്യൂ പറയുന്നതിനപ്പുറം സിനിമകളുടെ റിവ്യൂ പറയുന്ന അശ്വന്ത് കൊക്കിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാനാ. അയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. തിയേറ്ററിൽ ആളുകൾ കുടുകുടാ ചിരിക്കുന്നു, എനിക്കത് കണ്ട് ചിരിക്കാൻ പോലും കഴിയുന്നില്ല, സങ്കടം വന്നു എന്നുള്ളത്. അതായത് അമ്മാവൻ വസന്തം. ആ അമ്മാവൻ വസന്തത്തിലേക്ക് അശ്വന്ത് കൊക്ക് കൂപ്പ് കുത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. ആൾക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല എന്നാ പറഞ്ഞത്. അതായത് മുൻവിധിയോടുകൂടി ദിലീപിന്റെ സിനിമകൾ ഇങ്ങനെ ആകുമെന്ന ബോധത്തോടു കൂടിയിട്ടാണ് ആൾ പോയി കണ്ടിട്ടുള്ളത്. ദിലീപിന്റെ പല മാനറിസവും പഴയത് തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. പക്ഷെ ആ ഒരു സിനിമയിൽ ദിലീപിനെ ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല രീതിയിൽ സിനിമയിൽ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നേരെ കടക്കാം. നമുക്ക് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിസിൻ സ്റ്റീഫൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അശ്വന്ത് കോക്കുമായി ബന്ധപ്പെട്ടുള്ള ഒന്ന് കേൾക്കാം. കോക്ക് എന്ന് പറയുന്ന ഒരാളുടെ റിവ്യൂ ഇവൻ കണ്ടു. അതായത് നെഗറ്റീവായിട്ട് ഇട്ടു. അത് കഴിഞ്ഞപ്പോ എനിക്ക് നമ്മുടെയൊക്കെ പടത്തിന് എത്രയോ പടങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം? അപ്പൊ അവൻ തന്നെ പറഞ്ഞു, എന്റെ പൊന്നുഭായി എന്നോട് പറഞ്ഞതാണ്. എന്റെ പൊന്നുഭായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ചിരിക്കുന്നുണ്ട്, എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല. ഇനിയെങ്കിലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അയാളുടെ അഭിപ്രായം അയാളുടെ മാത്രമായിരിക്കണം. ഈ സിനിമയിൽ കൃത്യമായിട്ടും ദിലീപ് പറയുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, മറ്റുള്ള ആളുകൾ പറയുന്നതിൽ കൂട്ടുപിടിക്കുന്നതിലല്ല, അതായത് അതിന്റെ പിന്നാലെ പോകുന്നതിലല്ല എന്നുള്ളത്. ഇവിടെ അശ്വന്ത് കോക്കിന്റെ പല സിനിമ റിവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് നല്ല നല്ല സിനിമകളെ മോശമാണെന്നും വളരെ മോശം സിനിമകളെ നല്ലതാണെന്നും അയാൾ പറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനെ പിന്തുണയ്ക്കുന്നു. പക്ഷെ ഇവിടെ പാളിപ്പോയി. ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെ വ്യക്തിവൈരാഗ്യം കൊണ്ട് നശിപ്പിക്കുന്നത് ശരിയല്ല. അയാളുടെ സിനിമയായി തന്നെ കാണുക. ഈ ഒരു സിനിമയിൽ ദിലീപ് അടിപൊളിയാണ്. ദിലീപിന് ഏറ്റവും മോശക്കാരനായിട്ട് കുറച്ച് യൂട്യൂബേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ദിലീപിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ദിലീപ് നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. സിനിമയുടെ തുടക്കത്തിൽ ദിലീപിന്റെ കുറച്ച് ഓൾഡ് സീനുകൾ കുറച്ച് കാണിക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഒരു ഇമോഷണൽ ഫീൽ തന്നു എന്നുള്ളതാണ്. ദിലീപിന്റെ കുറെ നല്ല നല്ല മുഹൂർത്തങ്ങളുടെ കുറച്ച് കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് മഴത്തുള്ളി കിലുക്കത്തിൽ ആ ബീജിയം ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. അത്ര കഴിവുള്ളൊരു നല്ല കലാകാരന്റെ ഒരു സിനിമയെ മോശമാണ് എന്ന് മനഃപൂർവ്വം പറയുന്നത് ശരിയല്ല. അശ്വന്ത് കോക്കിന് ചിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ചിരിക്കാതിരിക്കണ്ട. കാരണം നിങ്ങളുടെ ചിരി നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു അതിപ്പോ എന്താണ് പ്രശ്നം? അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂകൾ കുറച്ചു പ്രാവശ്യം കണ്ടു. ഇത് എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പുള്ളിയുടെ ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട്, ഞാൻ അവിടെ നാട്ടിൽ പാദരാത്രിക്ക് ചെല്ലാറുള്ളൂ, ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് അവിടെ ഉള്ള നാട്ടുകാരായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളൊരു സൊസൈറ്റിക്ക് ഉള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല. ഇത് ഏത് മനുഷ്യനും കണക്ട് ആവുന്ന ലിസിൻ ചേട്ടായി, ഇതെല്ലാവർക്കും കണക്ട് ആവുന്ന ഒരു സാധനം തന്നെയാണ്. പല ആളുകളിലും ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. ഒരാളുടെ കമന്റ് എന്തായിരുന്നറിയോ, അതായത് ഇത്രയും ചെറിയൊരു പെൺകുട്ടിയെ വെക്കാൻ നായികയാക്കി വെക്കാൻ ദിലീപിന് ഭ്രാന്താണെന്നുള്ളത്. എന്താണ് ഈ സിനിമയുടെ കഥാഇതിവൃത്തം എന്ന് പോലും ബോധമില്ലാത്ത ഒരുവൻ, ഒരു 10-40 വയസ്സായ ഒരാൾ കല്യാണം കഴിക്കാതെ മുതുമുത്തശ്ശനായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ അയാളെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം അയാളെ കരുവാക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം ആ സിനിമ കാണാൻ. അല്ലാതെ ദിലീപിന് എന്തിനാണ് ഇത്ര ചെറിയ പിള്ളേരെ കൊണ്ട് എന്താണ് നായികയാക്കുന്നത്, മകളുടെ പ്രായമുള്ളതെന്നൊക്കെ. അതൊക്കെ ബോധമുള്ള ആളുകൾ ബോധത്തോടു കൂടി സിനിമ കാണുമ്പോൾ തലക്കകത്ത് കയറിക്കൊള്ളും. ഇനി അശ്വന്ത് കോക്കിലേക്ക് വരിക. അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിരുന്ന നിങ്ങൾ കണ്ടോ, എന്തൊരു ഷെഡിക്കള്ളൻ അങ്ങനെ എന്തോ. അഭിനയത്തിന്റെ ABCD ആൾക്കറിയില്ല. പിന്നെ ആൾക്കറിയാതെ ക്രൂശിക്കാനാ. അത് മനഃപൂർവ്വം ക്രൂശിക്കും. മനഃപൂർവ്വം നല്ലതെന്നും പറയും, മനഃപൂർവ്വം മോശമെന്നും പറയും. അതൊക്കെ പൈസ വാങ്ങി ചെയ്യുന്നതാണ് എന്ന കാര്യവും പലർക്കും അറിയുന്നത് കാര്യം തന്നെയാണ്. പല ആളുകൾ അത് കമന്റ് ഇടുന്നതും ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അശ്വന്ത് കോക്ക് അങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരാൾ, ആരായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളായതുകൊണ്ട് അയാൾക്ക് കണക്ട് ആയില്ല എന്നുള്ളതാണ്.
പക്ഷെ ഈ സിനിമ കണക്ട് ആവാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോഴും അവിവാഹിതരായിട്ട് നിൽക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്, അവർക്ക് അറിയുണ്ടാവും. പക്ഷെ പുള്ളി ഇപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഇത് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാൽ എന്താ, ഇപ്പൊ നിങ്ങക്ക് സന്തോഷമായില്ലേ? ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് തന്നെയല്ലല്ലോ ശരി. ഇപ്പൊ ജനങ്ങളെല്ലാരും എന്നെ ഇപ്പൊ തിരിച്ചു തെറി പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് തന്നെ എന്താന്ന് വെച്ചാൽ എന്റെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും, ചിലപ്പോ അപ്പൊ പുള്ളി തന്നെ പറയാണ് എന്റെ തന്നെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും, കണക്ട് ആവാതെ ഇരിക്കും എന്നുള്ളത്. ചിലപ്പോഴല്ല, ഈ ചങ്ങാതി ഇപ്പൊ പ്രിൻസ് എന്ന സിനിമയെ കുറിച്ചിട്ട് ഒരു വളരെ മോശം ഒരു സിനിമയുടെ ഒരു അഭിപ്രായം പറയുന്നു. 50% ആളുകൾ ആ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം അശ്വന്ത് കോക്ക് പറഞ്ഞത് കുറച്ചൊക്കെ ശരിയാണ്. ഇവിടെ 50 പോയിട്ട് 15% ആളുകൾ പോലും അശ്വന്ത് കോക്കിന്റെ കൂടെ നിൽക്കുന്ന ആ കമന്റ് ബോക്സ് ഒന്ന് നിങ്ങൾ കയറി നോക്ക്. അത്രയധികം ആളുകളും അശ്വന്ത് കോക്കിനെ തെറി വിളിക്കുന്നതാ. അപ്പൊ കണക്ട് ആവില്ല എന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. എന്തൊരു കൊറോണ ധവാൻ എന്നൊരു സിനിമ അടിപൊളി കിടിലെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ പടം പോയി കണ്ടിട്ട് പ്രാന്ത് പിടിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായം നിങ്ങൾ മനസ്സിലായില്ലേ? വ്യത്യാസമാണ്. ആ വ്യത്യാസങ്ങൾ പല സിനിമകളും ആളുകളിൽ കാണിക്കുന്നുണ്ട്. അപ്പോ ഇത്രയേ ഉള്ളൂ. ഈ അശ്വന്ത് കോക്ക് തന്നെ എന്നോട് പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. അത് മൊബൈലിൽ തന്നെ പുള്ളി അതായത് മെസ്സേജ് ആയിട്ട് തന്നെ അയച്ചു. കാരണം പുള്ളിക്ക് പറയുമ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം പുള്ളിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ തന്നെ മുൻവിധി എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിസിനേട്ട അവൻ നല്ല രീതിയിൽ ചിലപ്പോൾ നല്ലതെന്ന് തന്നെ പറയും. എന്റെ അഭിപ്രായം എന്റെ ഉള്ളിൽ തട്ടി പറയാണ്, എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. എന്റെ ഫാമിലി അടക്കം ആ സിനിമ കണ്ടതിന് ശേഷം എന്റെ ഫാമിലീസിനെ വിട്ടിട്ടുള്ള അവരും പോയി പടം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുറെ കാലത്തിന് ശേഷം നല്ലൊരു സിനിമ, നല്ല ചിരിക്കാനുള്ള ഒരു സിനിമ ദിലീപിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു. ദിലീപിന്റെ കാര്യമാണ് പറയുന്നത്. ഒരുപാട് നല്ല നല്ല സിനിമകൾ വന്നിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എനിക്ക് ബിന്ദു പണിക്കറിന്റെ അഭിനയം എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ആ ഒരു പെർഫോമൻസ് കാണാൻ കഴിഞ്ഞു. ഒരുപാട് കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ റൊഷാക്ക് എന്ന സിനിമയുണ്ട് കേട്ടോ. ആ സിനിമയിൽ കിടിലൻ ആക്ടിംഗ് ആണ്, അതൊരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരു എന്റർടൈനിങ് ആയിട്ടുള്ളതാണ്. ആ ഒരു സിനിമ ഒരു സീരിയസ് ക്യാരക്ടറാണ്, ഒന്നൊന്നര വില്ലത്തിയാണ്. അത് ഒരിക്കലും ഞാൻ താഴ്ത്തി പറയാൻ പാടില്ലായിരുന്നു, സോറി, ക്ഷമിക്കണം. അവരതിൽ അടിപൊളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോക്കറിന് ശേഷം ഫുൾ എന്റർടൈനിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലുള്ളത്. അത്ര തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് കഷ്ടപ്പെടാതെ കമന്റ് ഇടുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി അതൊരു സന്ദീപ് അപ്പോൾ സൈനിങ് ഓഫ്.